യത്നങ്ങൾ. ദൈവനാമത്തിന് മഹത്വം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അവന് തക്കതായ ഒരു തുണയുണ്ടാക്കുവാൻ തീരുമാനിച്ചു. ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ നിന്ന് ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ച് ഒരു സ്ത്രീയെ ഉണ്ടാക്കി മനുഷ്യന് കൊടുത്തു. സ്ത്രീകൾ സമൂഹത്തിലും കുടുംബത്തിലും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം സ്ത്രീകളെ പരിചയപ്പെടുത്തുവാൻ കഴിയും. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നും നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്ന നല്ല മാതൃകകളാണ് അവരിൽ പലരും. നമുക്ക് മാതൃകയാക്കാവുന്ന വേദപുസ്തകത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. ബഥേൽ ക്രൈസ്റ്റ് ഫെലോഷിപ്പ് ചർച്ചിലെ സഹോദരി സമാജം അവതരിപ്പിക്കുന്നു വേദപുസ്തകത്തിലെ സ്ത്രീ രത്നങ്ങൾ. സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിന്റെ ഭാര്യ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്നെണ്ണുകയാണ്. പ്രായം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ട സ്ത്രീരത്നം സാറ. മിരിയാം, ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും കനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ സഹോദരന്മാർ മോശയോടും അഹരോനോടും ഒപ്പം നിന്ന ധീര വനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. ദെബോര, ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചികയായ ഏക ന്യായാധിപ ദെബോര. ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാനെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരരുതെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ ചിലർ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവ്വം ബാരാക്കിനോടും സൈന്യത്തോടും ഒപ്പം നിന്നു. അവൾ നേടിയ ഉജ്ജ്വല വിജയത്തിൽ നിന്നും ദെബോര പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിലൊന്നായി കരുതപ്പെടുന്നു. രൂത്തും നവോമിയും. യഹോവയോടും അമ്മാവിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടത്താലും തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദാ ദേശത്തിലെത്തിയ മോവാബ് സ്ത്രീയായ രൂത്ത് തന്റെ ദൈവഭക്തിയിലും കഠിനാധ്വാനത്തിലും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം. മരുമക്കളിൽ ഒരാളായ ഓർപ്പ തന്റെ ജനത്തിന്റെ അടുക്കലേക്ക് മടങ്ങിയപ്പോഴും രൂത്ത് അമ്മാവിയമ്മയായ നവോമിയോട് പറ്റി നിന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച രൂത്ത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. ഹന്ന, ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അമ്മയാണ് ഹന്ന. ഹന്നയുടെ മടുത്തു പോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. അബിഗയിൽ, കർമ്മേലിന് മഹാധനികനായ നാബാലിന്റെ ഭാര്യ, ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ അനുഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ട് സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത. എസ്തർ, അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യയായ എസ്തർ തന്റെ രാജ്ഞിപ്പദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും ഒന്നും മതിമറന്ന് ആഹ്ലാദിക്കാത്ത എസ്തർ തന്റെ ജീവിതം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസഭയിലും സഭയിലും കുലീനനുമായ ഉത്തമ സ്ത്രീ. എലിസബത്ത്, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിന് ജനിക്കാൻ ഞാൻ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത മറിയയും. യേശുവിനെ ലോകത്തിന്റെ പാപബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുണം
യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ യോഹന്നാനും ജന്മം കൊടുത്ത എലിശബേത്ത്. അവൾ ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവളുമായ ഉത്തമ സ്ത്രീ എലിശബേത്ത്. ഹന്ന പ്രവാചകി. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സ് ചെന്നിട്ടും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു. അതുകൊണ്ട് യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരും യേശുവിനെ കുറിച്ച് പ്രസ്താവിപ്പാൻ ഹന്ന പ്രവാചകിക്ക് കഴിഞ്ഞു. മാർത്തയും മറിയയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന്റെ പാദപീഠത്തിലിരുന്ന എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയയും പലതിനെ ചൊല്ലി വിചാരിച്ചു മനം നൊന്തി മരിക്കുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം വളരെ ആശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ്. ശമരിയാക്കാരത്തെ സ്ത്രീ യേശുവിനെ മശിഹയാണെന്ന് തിരിച്ചറിഞ്ഞ ശമരിയാക്കാരത്തെ സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം കോരാൻ വന്ന കാര്യം പോലും മറന്ന് കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സത്വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു. അവളുടെ വാക്ക് കേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട യേശുവിനെ കാണുവാനായി എത്തുന്നു. മഗ്ദലക്കാരത്തി മറിയ. യേശുവിന്റെ ശുശ്രൂഷകളിൽ അവസാനം വരെ അനുഗമിച്ച മഗ്ദലക്കാരത്തി മറിയ മരണസമയത്തും യേശുവിന്റെ അടുത്ത് അവൾ ഉണ്ടായിരുന്നു. അതിരാവിലെ കല്ലറയ്ക്കലെത്തിയ മറിയയാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സത്വർത്തമാനം ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത് മറിയയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരിമാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധമുള്ളവരും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവരും നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കണം. സദൃശവാക്യം 4:2 ഇങ്ങനെ പറയുന്നു: സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം. പ്രിയ സഹോദരിമാരെ, ഈ കാലഘട്ടത്തിനും സുവിശേഷ വരയിൽ പോലും നല്ല പ്രാർത്ഥനയിൽ ജീവിച്ച് കർത്താവിൽ നിന്ന് നല്ല സാക്ഷ്യം ലഭിച്ചവരായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരുവാൻ ചരിത്ര പുസ്തകങ്ങളിൽ നമ്മുടെ പേരുകളെ രേഖപ്പെടുത്തുവാൻ ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ അവതരണം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ബൈബിളിലെ പ്രസന്റ് ചെയ്ത BC